ഹലോ മക്കളെ, അപ്പൊ നമ്മളുടെ കേരള പാഠാവലിയിലുള്ള കുറച്ച് വിഷമമുള്ള പാഠഭാഗങ്ങളിൽ ഒന്നാണ് കാളകൾ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോ ഇതിൽ നിന്നും നിരന്തരം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു A+ ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. അപ്പൊ കാളകൾ എന്ന് പറയുന്നത് പി ഭാസ്കരന്റെ മനോഹരമായിട്ടുള്ള ഇച്ചിരി ആഴവും പരപ്പും ഗർത്തവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ എന്താണ് ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ എന്താണ് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് കാളകൾ എന്ന് പറയുന്ന കവിത അല്ലെ. മനുഷ്യ അധ്വാനത്തിന്റെ കഥ പറയുന്ന അല്ലെ കാളകളില് എന്ന് പറയുന്ന കാളകൾ എന്ന് പറയുന്ന കവിതയില് മനുഷ്യരുടെ അല്ലെ സാധാരണക്കാരായ തൊഴിലാളികളായിട്ടുള്ള ജനങ്ങളുടെ ജീവിത കഥയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെ ദാരിദ്ര്യവും അല്ലെ നിസാരതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള അല്ലെ ഏറ്റവും എന്താണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കഥയാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് അല്ലെ, മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ട് കൂനിക്കൂടി എന്ന് പറയുന്ന ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ ഒരു കാളയോട് എന്ത് ചെയ്യാണ് ഒരു മനുഷ്യനെ ദൈന്യത നിറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഉപമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ കൂനിക്കൂടി എന്താണ് കാള എപ്രകാരമാണോ അവന്റെ ചുമലില് ചുമടുകൾ താങ്ങി അല്ലെ വെയിറ്റ് താങ്ങി അവൻ ഇങ്ങനെ കൂനിപ്പോയിട്ടുള്ളത്, അതേപോലെയാണ് മനുഷ്യരും എന്ത് ചെയ്യുന്നത് ജീവിതമാകുന്ന അല്ലെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ പേര് എന്ത് ചെയ്തിരിക്കുകയാണ് അവന്റെ ചുമലും എങ്ങനെ കൂനിക്കൂടി അല്ലെ ഒരു കാളയെ പോലെ എന്ത് ചെയ്തിരിക്കുകയാണ് മാറിയിരിക്കുന്നു അല്ലെ. അധ്വാന വർഗത്തിന്റെ ദൈന്യതയാണ് എന്ത് ചെയ്യുന്നത് ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഒരു ചോദ്യം അല്ലെ, വണ്ടിക്കാരൻ എന്ത് ചെയ്തിരിക്കുന്നുണ്ട് വണ്ടിക്കാള എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. വണ്ടിക്കാരനെ വണ്ടിക്കാള എന്ന് വിളിക്കുന്നതിന്റെ ഔചിത്യം അല്ലെ, അങ്ങനെ വിളിക്കുന്നതിന്റെ ഔചിത്യം എന്താണ് എന്നുള്ളതാണ് അല്ലെ. വണ്ടിക്കാരനെ ആരായിട്ടാണ് സങ്കല്പിക്കുന്നത് മറ്റൊരു വണ്ടിക്കാളയായിട്ടാണ് അല്ലെ. അപ്പൊ കാള എന്ത് ചെയ്യുന്നു ഒരേ സമയം മനുഷ്യന്റെ അവസ്ഥയെയും തണ്ടുവലിക്കുന്ന കാള എന്ന് പറയുന്ന മൃഗത്തെയും ആര് സൂചിപ്പിക്കുന്നുണ്ട് ഒരേ സമയം ഈ കാള എന്ന് പറയുന്ന ബിംബത്തിലൂടെ അല്ലെ കവി അർത്ഥമാക്കുന്നുണ്ട്. ജീവിതഭാരം പേറിയ വണ്ടിക്കാരനെ വണ്ടിക്കാള എന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെ. ഇങ്ങനെ വണ്ടിക്കാരനും വണ്ടിക്കാളയും ആരാണ് ഭാരം പേറുന്നവരാണ് അല്ലെ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു രാവന്തിയോളം ഇങ്ങനെ ജോലി ചെയ്യാണ് തൊഴിലാളികൾ അല്ലെ. അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ ഇല്ല. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള കേരളത്തിലുള്ള തൊഴിലാളികളുടെ ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ കവിത അല്ലെ വരച്ച് കാട്ടി വെക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു കാളയോട് തുല്യമായിട്ടുള്ള ജീവിതം അല്ലെ, കാളവണ്ടിയുടെ തണ്ട് പേറുകയാൽ അല്ലെ കാളയുടെ കഴുത്തും എന്ത് ചെയ്തിരിക്കുന്നു കുനിഞ്ഞു പോയിരിക്കുന്നു അല്ലെ. അതുപോലെ ജീവിതമാകുന്ന നുകം അല്ലെ നുകം തോളിലേച്ചിയാണ് എന്ത് ചെയ്യുന്നത് വണ്ടിക്കാരന്റെ ജീവിതവും മുന്നോട്ട് പോകുന്നു അല്ലെ. അയാളുടെ തോളുകളും എന്ത് ചെയ്തിരിക്കുന്നത് കുനിഞ്ഞ് താഴ്ന്ന് പോയിരിക്കുന്നതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ചോദ്യങ്ങൾ 6 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം. എങ്ങനെയായാലും ഒരു A+ ചോദ്യം ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്, ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അല്ലെ 1 മാർക്ക് പോലും മിസ് ചെയ്യാവാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എവിടെയും പോവാതെ അല്ലെ സൈലത്തിന്റെ കൂടെ അല്ലെ സൈലത്തിന്റെ വിശ്വസിച്ച് മക്കൾ എന്ത് ചെയ്യുക കൂടെ നിൽക്കുക. നമുക്ക് മറ്റൊരു ചരിത്രം കുറിച്ച് അല്ലെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യാം അടിപൊളിയായി പഠിച്ച് ഉത്തരം എഴുതി 40 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം സ്കോർ ചെയ്യണം. അപ്പൊ നമുക്കിനി എവിടെ കാണാം നമ്മുടെ മെഗാ മാരത്തോൺ ലൈവിൽ നമുക്ക് കാണാം.